നമസ്കാരം. ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. ഇന്നത്തെ വിഷയത്തിലോട്ട് കടക്കുമ്പോൾ സംശയരോഗം ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ഗുരുതരമാണ്. ഇതെങ്ങനെ നേരത്തെ തിരിച്ചറിയാം, എങ്ങനെ പരിഹരിക്കാം, ഈ വിഷയമാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിക്കുന്നത്. നമുക്കൊപ്പം നമ്മുടെ സംശയങ്ങൾക്ക് മറുപടി നൽകാൻ എത്തിയിരിക്കുന്നത് തിരുവല്ല പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലെ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ സിസ്റ്റർ ലിസയാണ്. നമസ്കാരം ഡോക്ടർ, സ്വാഗതം. നമസ്കാരം ഡോക്ടർ, ആദ്യം തന്നെ നമ്മുടെ വിഷയം സംശയരോഗമാണ്. എന്താണ് സംശയരോഗം? എന്താണ് ഇതൊരു മാനസിക വൈകല്യമാണോ? സംശയരോഗം തീർച്ചയായിട്ടും ഒരു മാനസിക രോഗമാണ്. അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട ഒരു ആശയത്തെക്കുറിച്ച് ഉള്ള ഒരു സംശയമാണ്. ഉദാഹരണമായിട്ട് പറഞ്ഞ് നമ്മൾ സാധാരണമായി കാണുന്നത് ജീവിത പങ്കാളിയുടെ ഒരു വിശ്വസ്തതയെക്കുറിച്ചുള്ള ഒരു സംശയമാണ് നമ്മൾ കൂടുതലായിട്ടും കണ്ടുവരുന്നത്. അപ്പം എത്ര വിശ്വസനീയമായ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞാലും അത് വിശ്വസിക്കാതെ ആ ഒരു സംശയം നിലനിർത്തിക്കൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ് ഈ സംശയരോഗത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഈ സംശയം ആ ഒരു വ്യക്തിയിൽ ഒരു മാസത്തിലധികം തുടർച്ചയായിട്ട് കാണുകയാണെങ്കിൽ അതൊരു രോഗാവസ്ഥയാണ് എന്ന് നമുക്ക് പറയുവാനായിട്ട് സാധിക്കും. ഇവരുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് യുക്തിരഹിതമായിട്ടുള്ള പല തെളിവുകൾ അല്ലെങ്കിൽ പല വിശദീകരണങ്ങൾ അവരുടെ സംശയത്തിന് നൽകുക എന്നുള്ളതാണ് ഇവരുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ സംശയരോഗം തീർച്ചയായിട്ടും ഒരു മാനസിക രോഗമാണ്. തീർച്ചയായും ഡോക്ടർ. അതുപോലെ തന്നെ പലപ്പോഴും പൊതുവെ മനുഷ്യരിൽ കാണുന്ന ഒരു കാര്യമാണ് ഈ ഓവർ തിങ്കിങ്. എല്ലാം ഈ ഓവർ തിങ്കിങ് പലപ്പോഴും ഇത് സംശയരോഗത്തിലേക്ക് നയിക്കുന്നുണ്ടോ? ഓവർ തിങ്കിങ്ങും സംശയരോഗവും ഇത് രണ്ട് വ്യത്യസ്തങ്ങളായിട്ടുള്ള കാര്യങ്ങളാണ്. ഓവർ തിങ്കിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കാര്യത്തെ പറ്റി വീണ്ടും വീണ്ടും നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുക. അതായത് ഇപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു മോശമായ കാര്യം സംഭവിച്ചാൽ അതിനെപ്പറ്റി വീണ്ടും വീണ്ടും ചിന്തിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ നമ്മുടെ മക്കൾക്ക്, നമ്മുടെ കൂടെയുള്ളവർക്ക് എന്തെങ്കിലും അപകടം വരുമോ എന്ന് വീണ്ടും വീണ്ടും നമ്മൾ ആകുലപ്പെട്ടുകൊണ്ടിരിക്കുക എന്നതാണ് ഓവർ തിങ്കിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ സംശയരോഗം എന്ന് പറഞ്ഞാൽ അത് ഒരു അവർക്ക് അമിതമായിട്ടുള്ളൊരു വിശ്വാസമാണ്. അവർക്ക് അങ്ങനെ ഉണ്ട്, എൻ്റെ ജീവിത പങ്കാളിക്ക് മറ്റൊരാളുമായിട്ടൊരു ബന്ധമുണ്ടെന്നുള്ളൊരു വിശ്വാസമാണ്. അവർക്കത് ഉറപ്പാണ്. അവരത് ചിന്തിച്ച് കൂട്ടുന്നില്ല, അവർക്കത് ഉറപ്പായിട്ടുള്ളൊരു കാര്യമാണ്. അവരതിന് പല പല തെളിവുകൾ നൽകുന്നുണ്ട്. അപ്പം അതിൽ ഓവർ തിങ്കിങ്ങുമായിട്ടും വളരെ വ്യത്യസ്തമായ ഒരു കാര്യമാണ് സംശയരോഗം എന്ന് പറയുന്നത്. മറ്റ് തെളിവുകൾ അതിന് വിപരീതമായിട്ടുള്ള എന്ത് തെളിവുകൾ നൽകിയാലും അവർ അതിലേക്ക് വിശ്വാസം ഉണ്ടാകാതിരിക്കുകയും തങ്ങളുടെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുകയും ആ ജീവിത പങ്കാളിയോട് അതിനനുസരിച്ചുള്ള പ്രതികരണങ്ങൾ ഉണ്ടാവുകയും ചെയ്യുക എന്നുള്ളതാണ് ഈ സംശയരോഗത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷണം. എന്നാൽ ഓവർ തിങ്കിങ് എന്നുള്ള ആൾക്കാർ അവർക്ക് ആകുലതകളായിരിക്കും. അവരോട് പറഞ്ഞ് മനസ്സിലാക്കിയാൽ അവർ കുറെയൊക്കെ മനസ്സിലാകും, അല്ലെങ്കിൽ അവർക്ക് കൺവിൻസ്ഡ് ആകും. അങ്ങനെയൊന്നുമില്ല, നമ്മൾക്ക് നമ്മുടെ കൂടെയുള്ളവർക്ക് അപകടം വരികയില്ല, അല്ലെങ്കിൽ അതിനെപ്പറ്റി നമ്മൾ കൂടുതലായിട്ട് ചിന്തിക്കേണ്ട ആവശ്യമില്ല എന്ന് അവർക്ക് അവരിൽ തന്നെ അവരെ കൺവിൻസ് ചെയ്യാൻ പറ്റും. മറ്റുള്ളവർക്ക് അവരെ കൺവിൻസ് ചെയ്യാൻ പറ്റും. സംശയരോഗമുള്ള ആൾക്കാർക്ക് അവരുടെ വിശ്വാസത്തെ നമുക്ക് കൺവിൻസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഡോക്ടർ, അതുപോലെ തന്നെ തുടക്കത്തിൽ ഡോക്ടർ പറഞ്ഞു ഈ സംശയരോഗം ഒരു മാനസിക വൈകല്യമാണെന്നുള്ളത്. ഈ മാനസിക പ്രശ്നങ്ങൾ നമുക്ക് നേരത്തെ തിരിച്ചറിയാനാകുമോ? ഇതിന്റെ ലക്ഷണങ്ങൾ എന്തെല്ലാമായിരിക്കും? ഈ സംശയരോഗം ഞാൻ പറഞ്ഞല്ലോ, ഇവരുടെ വിശ്വാസം, അവർക്കൊരു ഉറച്ച വിശ്വാസമാണ് ഇങ്ങനെ ഉണ്ടെന്ന്, ഇല്ലാത്തത് ഉണ്ടെന്നുള്ളത് ഉറച്ച വിശ്വാസം. അതിനുള്ള തെളിവുകൾ അവര് യാഥാർത്ഥ്യമല്ലാത്ത തെളിവുകൾ, നമുക്കൊരു യുക്തിരഹിതമല്ലാത്ത തെളിവുകൾ ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പം ഈ സംശയരോഗത്തിന്റെ ഉള്ളടക്കം പലതാകാം. നമ്മൾ സാധാരണയായി കാണുന്നത്, ഞാൻ പറഞ്ഞു, പങ്കാളിക്ക് അയാളോട് വിശ്വസ്തതയില്ല, അല്ലെ മറ്റൊരാളുമായിട്ട് അവിഹിതമായിട്ടുള്ള ബന്ധം ഉണ്ട് എന്നുള്ളൊരു വിശ്വാസമാണ് ഒരു തരത്തിലുള്ള മാനസിക രോഗത്തിന്റെ ഉള്ളടക്കം എന്ന് പറയുന്നത്. രണ്ടാമതായിട്ട് ഇത്തരത്തിലുള്ള മാനസിക രോഗമുള്ളവര് അവരുടെ ചിന്ത അല്ലെങ്കിൽ അവരുടെ വിശ്വാസം എന്ന് പറയുന്നത് തങ്ങൾക്ക് എന്തോ വലിയ രോഗമുണ്ട്, തങ്ങൾ എന്തോ രോഗിയാണ്. അതായത് ക്യാൻസർ, HIV, എയ്ഡ്സ് ഇങ്ങനെയുള്ള രോഗം തങ്ങൾക്കുണ്ട്. മറ്റ് ചികിത്സാ വിധികൾ അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻസ് എന്തൊക്കെ അതിനാവശ്യമായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻസ് ചെയ്താലും, അവരെ കൺവിൻസ് ചെയ്താലും അവരതിൽ വിശ്വസിക്കത്തില്ല. അല്ലെങ്കിൽ അവരിൽ നിന്നും എന്തൊക്കെയോ മോശമായിട്ടുള്ള ദുർഗന്ധങ്ങൾ വമിക്കുന്നുണ്ട്, അത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാകുന്നുണ്ട് എന്നുള്ള വിശ്വാസം.
നാലാമതായിട്ട് നമ്മൾ കണ്ടുവരുന്നത് മറ്റൊരാൾ, നമ്മുടെ കൂടെയുള്ളവർ, നമ്മുടെ അയൽവാസികൾ നമുക്കെതിരെ പ്രവർത്തിക്കുന്നു, നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവർ, നമ്മുടെ ബന്ധുക്കൾ നമുക്കെതിരാണ്, അവർക്കെതിരായിട്ട് എന്തോ ചെയ്യുന്നു, അവർ കൈവശം ചെയ്യുന്നു, കൂടോത്രം ചെയ്യുന്നു, അവർ നമുക്കെതിരായിട്ട് പ്രവർത്തിക്കുന്നു, മറ്റുള്ളവർ നമ്മളെ പറ്റിയാണ് സംസാരിക്കുന്നത്. ഇങ്ങനെയൊക്കെയുള്ള പല പല രോഗലക്ഷണങ്ങളാണ് ഈ സംശയ രോഗമുള്ളവരിൽ നമ്മൾ കണ്ടുവരുന്നത്. ഞാൻ ഈ മേൽപ്പറഞ്ഞ 4-5 ലക്ഷണങ്ങളാണ് പ്രധാനമായിട്ടും നമ്മൾ കണ്ടുവരുന്നത്. പിന്നെ ഇവരുടെ ഈ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഇങ്ങനെയുള്ള സംശയരോഗമുള്ളവർ ആ രോഗത്തിന്റെ ഉള്ളടക്കവുമായിട്ട് ബന്ധപ്പെട്ട ചില ബുദ്ധിമുട്ടുകൾ കാണിക്കുന്നു എന്നതിലുപരി, അതായത് ഇപ്പോൾ ജീവിത പങ്കാളി അവിശ്വസ്തയാണെന്ന് വിശ്വസിക്കുന്ന ഒരാൾക്ക് ജീവിത പങ്കാളിയോട് മാത്രമേ പ്രശ്നമുള്ളൂ. ബാക്കി അയാളുടെ മറ്റ് സഹോദരങ്ങളോടോ അല്ലെങ്കിൽ അമ്മായിച്ചനോടോ അമ്മായിയമ്മയോടോ കൂടെ ജോലി ചെയ്യുന്നവരോടോ നെയ്ബേഴ്സിനോടോ ഒന്നും യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ട് അവർക്കാർക്കും ഈ ആൾക്ക് ഇങ്ങനെ ഒരു സംശയ രോഗമുണ്ടെന്നോ അല്ലെങ്കിൽ മാനസിക രോഗമുണ്ടെന്നോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ വീട്ടിലെ മറ്റു കാര്യങ്ങളെല്ലാം തന്നെ അവർ വളരെ നല്ല രീതിയിൽ തങ്ങളുടെ ഉത്തരവാദിത്വം നല്ല രീതിയിൽ അവർക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ പങ്കാളിയുമായിട്ടുള്ള ബന്ധത്തിൽ അവർക്ക് വളരെ ബുദ്ധിമുട്ടുകളായിരിക്കും, അല്ലെങ്കിൽ അവരെ സംശയിച്ച് അതിന്റെ തെളിവുകൾ കണ്ടെത്താൻ അവർ പുറകെ നടക്കും, അല്ലെങ്കിൽ അയൽവാസി തനിക്കെതിരായിട്ട് ചെയ്യുന്നു എന്ന് വിശ്വസിച്ച് ആ അയൽവാസിയോട് മാത്രമേ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവുകയുള്ളൂ. അല്ലെങ്കിൽ മറ്റുള്ളവർ എന്നെപ്പറ്റി സംസാരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നവർ ആരാണോ സംസാരിക്കുന്നത് അവരോട് മാത്രമേ ബുദ്ധിമുട്ടുണ്ടാവുകയുള്ളൂ. മറ്റു രീതിയിൽ ആ ഇല്ലാത്തവർക്ക് ഈ ഒരു വ്യക്തിക്ക് സംശയ രോഗം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഇതൊക്കെയാണ് സംശയ രോഗങ്ങളുടെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്. ഡോക്ടർ, അതുപോലെ തന്നെ ഈ സംശയരോഗം വരുന്നത് എങ്ങനെയായിരിക്കും? പലപ്പോഴും നമ്മുടെ പാസ്റ്റിലുണ്ടായ അനുഭവങ്ങളുമായി ബന്ധപ്പെട്ടിട്ടാണോ, അല്ലെങ്കിൽ ഇത് എങ്ങനെയായിരിക്കും? ഇത് വരാനുള്ള കാരണം എന്തായിരിക്കും? ആരിലൊക്കെയാണ് ഈ രോഗം കൂടുതൽ വരാൻ സാധ്യത? ഇത് നമ്മൾ സാധാരണയായിട്ട് ഒരു മാനസിക രോഗം ഉള്ളവരെ മുഴുവനായിട്ട് എടുത്താലും ഏകദേശം 1-2% ആൾക്കാർക്ക് മാത്രമാണ് നമ്മൾ ഈ സംശയ രോഗം കണ്ടുവരുന്നത്. ഇതിന് ഒരു കാരണമായിട്ട് നമുക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. പല കാരണങ്ങളാണ് ഈ ഒരു രോഗത്തിന് തെളിയിക്കപ്പെട്ടു വരുന്നത്. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ, നമ്മുടെ കുടുംബത്തിൽ ഒരാൾക്ക് ഒരു സംശയരോഗമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ കുടുംബത്തിലുള്ളവർക്ക് തന്നെ അങ്ങനെയുള്ള ഒരു സംശയരോഗം വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. രണ്ടാമതായിട്ട് നമ്മൾ പറഞ്ഞതുപോലെ നമ്മുടെ ശൈശവത്തിൽ, നമ്മുടെ കൗമാരത്തിൽ, നമ്മുടെ വളർച്ചയുടെ കാലഘട്ടത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള അബ്യൂസ് നേടിയിട്ടുള്ളവർ, അത് ഫിസിക്കൽ അബ്യൂസ് ആയിരിക്കാം, ഇമോഷണൽ അബ്യൂസ് ആയിരിക്കാം, സെക്ഷൽ അബ്യൂസ് ആയിരിക്കാം, ഇങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള അബ്യൂസ് നേടിയിട്ടുള്ളവർ ഇങ്ങനെയുള്ള സംശയ രോഗം ഉണ്ടാകാൻ സാധ്യത സാധാരണ അബ്യൂസ് ഇല്ലാത്തവരെക്കാട്ടിലും ഏറെയാണ്. മൂന്നാമതായിട്ട് പറയുന്നത് നെഗ്ലക്റ്റ്, അതായത് മാറ്റി നിർത്തപ്പെട്ട, തഴയപ്പെട്ട രീതിയിൽ വളർന്നു വന്നിരിക്കുന്നതായിട്ടുള്ള ആൾക്കാർ. നമ്മുടെ പേരന്റിങ്, നമ്മൾ വളർത്തുന്ന കാലഘട്ടത്തിൽ വളരെ അടിച്ചമർത്തപ്പെട്ട് വളർത്തപ്പെട്ടവർക്ക്, ഇങ്ങനെയുള്ളവർക്ക് സംശയരോഗം വരാനുള്ള സാധ്യത സാധാരണ ഇത് ഇല്ലാത്തവരിൽ നിന്നും വളരെ ഏറെയായിട്ട് നമ്മൾ കണ്ടുവരുന്നുണ്ട്. ഇനി ഇതൊന്നുമില്ലെങ്കിൽ തന്നെയും ചില എന്താ പറയാ ലഹരി പദാർത്ഥങ്ങൾ, അതായത് മദ്യം, മയക്കുമരുന്ന്, ഇപ്പൊ നമ്മൾക്കറിയാം പലതരത്തിലുള്ള മയക്കുമരുന്നുകൾ ഇന്ന് ലഭ്യമാണ്. ഇത്തരത്തിലുള്ള മയക്കുമരുന്നുകൾ കാരണം നമ്മുടെ തലച്ചോറിൽ ഉണ്ടാകുന്ന ഡോപ്പമിൻ പോലെയുള്ള രാസപദാർത്ഥങ്ങളുടെ അളവ് കൂടുകയും ഇത്തരത്തിലുള്ളവർക്ക് ഈ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന സന്ദർഭങ്ങളിൽ, അല്ലെങ്കിൽ ഇതിന്റെ അമിത ഉപയോഗം ഇത്തരത്തിലുള്ള സംശയരോഗത്തിന് കാരണമാകുന്നുണ്ട്. അപ്പം ഇതൊക്കെയാണ് പറയപ്പെട്ടു വരുന്നിട്ടുള്ള ചില കാരണങ്ങളെന്ന് പറയുന്നത്. ഡോക്ടർ, ഇപ്പോൾ വിഷയത്തിൽ സംശയവുമായി ഒരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്. മഞ്ചേരിയിൽ നിന്ന് മുഹമ്മദാണ്. മുഹമ്മദ് ഡോക്ടറോട് ചോദിക്കാം. മുഹമ്മദ്, ചോദിച്ചോളൂ. ഹലോ മാഡം, ഗുഡ് ഈവനിങ്. ഹായ്, ഗുഡ് ഈവനിങ്. മാഡം ഇപ്പോ പറഞ്ഞത് സവിസ്തരം കേട്ടുമല്ലോ, മനസ്സിലാക്കി, ഏറെക്കുറെ മനസ്സിലായി. ഇനി മനസ്സിലാക്കാനുള്ളത് മാഡം പറയും ചെയ്യും, കേൾക്കാം. പിന്നെ ഈ ലഹരി പദാർത്ഥം ഉപയോഗിക്കുന്ന ആൾക്കാര് പിന്നെ ലഹരിയൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി കുറെ കഴിഞ്ഞ് പിന്നെ ഒരു കാര്യമില്ലാതെ ഭാര്യമാരെ ഉപദ്രവിക്കുന്ന എത്രയോ പേരുണ്ട്. അപ്പൊ ഇത്രയും പേരിൽ അവർക്ക് പല സംശയരോഗത്തിന്റെയും പിന്നെ അതേപോലെ
ഈ മദ്യത്തിന്റെയും ലഹരിയില് ആക്രമിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. അപ്പോ ഇതിനെ സംബന്ധിച്ച് ഈ മദ്യപാനം നിർത്തിയാലും ചിലവർക്ക് ചില സംശയങ്ങളും മറ്റും മറിച്ചൊക്കെ അതും കാണുന്നുണ്ട്. അപ്പൊ ഇത് സമൂഹത്തിൽ ഇതൊരു വലിയ കഷ്ടപ്പാടുള്ളപ്പോ ഒരു ഭാര്യ അച്ഛനും ദുഃഖം വയ്ക്കുക, പിന്നെ വീട് കാര്യങ്ങളൊക്കെ ചെയ്യുക, പിന്നെ വരുമ്പോ മദ്യം കഴിച്ച് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുക, പിന്നെ വലിച്ചിട്ടടിക്കുക പോലൊക്കെ പലയിടത്തും കാണുന്നുണ്ട്, കേൾക്കപ്പെടുന്നുണ്ട്. അപ്പൊ ഇതിന് മൊത്തത്തില് മാഡം പറഞ്ഞത് വളരെ നല്ല കാര്യങ്ങളാണ് വിശദീകരിച്ചത്. എങ്കിലും ഇതിന് ഒരു കാര്യമായ ഒരു പരിഹാരം കാണാൻ അവരെ എന്ത് ചെയ്യണം ഈ മദ്യപാനിനെ എന്നുള്ളതാണ് മാഡം പറയാനുള്ളത്. ഓക്കെ, ചേട്ടൻ പറഞ്ഞതിൽ നിന്ന് നമുക്ക് ഇതിന് എന്ത് പരിഹാരം എന്താണെന്നാണ് ചേട്ടൻ ചോദിക്കുന്നത്. അതായത് ലഹരി പദാർത്ഥങ്ങളിൽ നിന്നുണ്ടാകുന്ന ഇത്തരത്തിലുള്ള സംശയ രോഗങ്ങൾക്ക് പ്രധാനപ്പെട്ട ചികിത്സ എന്ന് പറയുന്നത് ഇത്തരം ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം നിർത്തുവാനുള്ള ചികിത്സ അവർക്ക് നൽകുക എന്നുള്ളതാണ്. ഏകദേശം ഒരു 70 തൊട്ട് 80% വരെ ആൾക്കാർ ലഹരി പദാർത്ഥങ്ങളാണ് ഇത്തരത്തിലുള്ള സംശയ രോഗങ്ങളുടെ കാരണമെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ഈ ഒരു ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം നിർത്തുന്നത് വഴിയായിട്ട് ഇതിൽ നിന്നൊരു പരിപൂർണമായിട്ടുള്ള വിടുതൽ അവർക്ക് ലഭിക്കുന്നതിനുള്ള സാധ്യതകൾ ഏറെയാണ്. ഇനി ഇതൊന്നുമില്ലാതെ ലഹരി പദാർത്ഥങ്ങൾ ഇല്ലാതെ തന്നെ ചിലരിൽ ഉണ്ടാകുന്ന തലച്ചോറിലുണ്ടാകുന്ന രാസപദാർത്ഥങ്ങളുടെ വ്യതിയാനങ്ങൾ കാരണമുണ്ടാകുന്ന സംശയ രോഗങ്ങൾക്കും ഇന്ന് ചികിത്സ ലഭ്യമാണ്. പ്രധാനമായിട്ടും നമ്മളുടെ മെഡിസിൻസ് വഴിയായിട്ട് ഇന്ന് സൈഡ് ഇഫക്ട്സുകളൊന്നും ഇല്ലാത്ത, അല്ലെങ്കിൽ സൈഡ് ഇഫക്ട്സ് ഏറ്റവും വളരെ കുറവുള്ള പലതരത്തിലുള്ള മെഡിസിൻസ് ഇന്ന് ലഭ്യമാണ്. ഈ മെഡിസിൻ കൃത്യമായ രീതിയിൽ കഴിക്കുന്നത് വഴിയായിട്ട് ഈ സംശയ രോഗങ്ങളിൽ നിന്നും വിടുതൽ ലഭിക്കുന്നതിനും നല്ലൊരു കുടുംബജീവിതം അല്ലെങ്കിൽ സമൂഹ ജീവിതം നയിക്കുന്നതിനും സാധിക്കാനുള്ള സാധ്യതകൾ നമുക്ക് ഇന്നുള്ളതെന്നുള്ളത് ഒരു ആശ്വാസകരമായ കാര്യമാണ്. ഡോക്ടർ, നമ്മൾ സംശയരോഗത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പലപ്പോഴും ഇത് എത്രത്തോളം അപകടകരമാണെന്നുള്ളത് ആളുകൾ മനസ്സിലാക്കാത്തൊരു സാഹചര്യമുണ്ടല്ലോ. ഏതുതരം ബന്ധത്തിലായാലും പലപ്പോഴും ഈ സംശയരോഗത്തെ ഒരു പൊസസീവ്നെസ് എന്ന പേരിലെല്ലാം ലഘൂകരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഈ സംശയരോഗം എന്ന് പറയുന്നത് എത്രത്തോളം അപകടകരമാണ്? ഇതിന് പ്രത്യാഘാതങ്ങൾ എന്തെല്ലാമായിരിക്കും? സംശയരോഗം എന്ന് പറയുന്നത് നമ്മളെ തന്നെയും മറ്റുള്ളവരെയും വളരെയധികം വളരെ മോശമായിട്ട് ബാധിക്കുന്ന ഒരു രോഗമാണ്. അതായത് നമ്മൾ അതിൻ്റെ ഏറ്റവും ചെറിയ പ്രത്യാഘാതം തൊട്ട് വലിയ പ്രത്യാഘാതം എന്ന് പറയുമ്പോൾ അവനവന്റെ ജീവിതത്തിനെ നശിപ്പിക്കുന്നു. നമ്മുടെ കൂടെയുള്ള നമ്മുടെ കുടുംബത്തിന്റെ ജീവിതം, അതായത് കുട്ടികളുടെ ജീവിതത്തെ ഇത് ബാധിക്കുന്നു. നമ്മുടെ കൂടെയുള്ള പാർട്ട്നേഴ്സിന്റെ ജീവിതത്തെ ഇത് ബാധിക്കുന്നു. എങ്ങനെയെന്ന് ചോദിച്ചാൽ കുട്ടികളുടെ പഠനത്തെ ബാധിക്കുന്നു, കുട്ടികളുടെ വളർച്ചയെ ബാധിക്കുന്നു, മാനസികവും ശാരീരികവുമായ വളർച്ചയെ ബാധിക്കുന്നു, വ്യക്തിബന്ധങ്ങളെ ഇത് ബാധിക്കുന്നുണ്ട്. അത് വളർന്ന് വന്ന് ഒരു ഭാര്യ അല്ലെങ്കിൽ ഭർത്താവിന് തന്നെ മറ്റുള്ളവർക്ക് അല്ലെ എൻ്റെ കൂടെയുള്ള ജീവിത പങ്കാളിക്ക് സംശയമാണെന്ന് മനസ്സിലാക്കുമ്പോൾ അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന സംഘർഷങ്ങളെ നേരിടാൻ പറ്റാതെ അവരൊരു ആൻസൈറ്റി അല്ലെങ്കിൽ ഡിപ്രഷൻ പോലെയുള്ള മാനസിക രോഗത്തിന് തന്നെ വിധേയമാകാനുള്ള സാധ്യതകളുണ്ട്. ഇനിയും ഈ ഡിപ്രഷൻ നമ്മൾ ശരിയായ രീതിയിൽ തിരിച്ചറിഞ്ഞില്ല, അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ള സംശയരോഗമുള്ള ജീവിത പങ്കാളിയെ തക്ക സമയത്ത് നമ്മൾ ചികിത്സയ്ക്ക് വിധേയമാക്കിയില്ലെങ്കിൽ ഈ സംശയരോഗ വിധേയനായിട്ടുള്ള ജീവിത പങ്കാളി ജീവിതം ഒന്നുകിൽ തങ്ങളുടെ കുടുംബജീവിതം വേണ്ടാന്ന് വെച്ച് ഒരു ഡൈവോഴ്സിലേക്ക് പോവുകയോ അതല്ലെങ്കിൽ തങ്ങളുടെ ജീവിതം തന്നെ വേണ്ടാന്ന് വെച്ച് ഒരു ആത്മഹത്യയിലേക്ക് തന്നെ പോകുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട്. നമ്മൾ ഈ കാലഘട്ടത്തിലൊക്കെ നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്ന കൂട്ട ആത്മഹത്യ എന്നൊക്കെ പറയുന്നത് കേൾക്കുന്നത് പലപ്പോഴും ഇത്തരത്തിലുള്ള ഒരു സംശയ രോഗത്തിന്റെ ഒരു അനന്തരഫലമാണ്. അതായത് ഭർത്താവിന് ഭാര്യയെ സംശയം വരുമ്പോൾ ഭാര്യയെയും മക്കളെയും കൊന്നതിന് ശേഷം സ്വയം ജീവൻ എടുക്കുന്ന സാഹചര്യങ്ങൾ നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ നിരന്തരം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അല്ലെങ്കിൽ ഒരു ഭർത്താവിന് സംശയമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഭാര്യയ്ക്ക് സംശയമുണ്ടെങ്കിൽ ഭർത്താവ് തനിയെ ജീവിതം അവസാനിപ്പിക്കുക, താൻ കാരണമാണല്ലോ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നത്, എന്നാൽ താൻ തന്നെ ജീവിതം ഒടുക്കിയേക്കാം എന്ന് വിചാരിച്ച് ജീവിതം നഷ്ടപ്പെടുത്തുന്ന ഒരു സാഹചര്യങ്ങൾ നമ്മൾ ഇന്ന് കണ്ടുവരുന്നുണ്ട്.
ഇതാണ് ഏറ്റവും മാരകമായിട്ടുള്ള ഒരു പ്രത്യാഘാതം എന്ന് പറയുന്നത്. ഇനിയും ചില ആൾക്കാരുണ്ട്, അവര് സഹിച്ച് അല്ലെങ്കിൽ ഒരു അഡ്ജസ്റ്റ്മെന്റിലൊക്കെ ജീവിച്ചു പോകും. അപ്പം ഇങ്ങനെ അഡ്ജസ്റ്റ്മെന്റിൽ ജീവിച്ചു പോകുന്ന അവർക്കുണ്ടാകുന്ന കുട്ടികൾക്ക് ഇത് അവരുടെ കുടുംബത്തിലുണ്ടാകുന്ന വിള്ളലുകൾ അല്ലെങ്കിൽ ദിവസവും അവർ വിറ്റ്നസ് ചെയ്യുന്ന സാക്ഷികളാകുന്ന പ്രശ്നങ്ങൾ, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നങ്ങൾക്ക് സാക്ഷികളാകുമ്പോൾ അവരിൽ തന്നെ കുറച്ചുള്ള മാനസിക ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ അവരുടെ മാനസിക വളർച്ച നല്ല രീതിയിൽ വരാത്തത് മൂലം കുട്ടികൾക്ക് വൈകാരികമായിട്ടും മാനസികമായിട്ടും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അവരുടെ വളർച്ചയെ ബാധിക്കുകയും പിന്നീട് അവർ ഇത്തരത്തിലുള്ള ഒരു രോഗത്തിന് അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള മാനസിക രോഗത്തിന് വിധേയരാകുകയും ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ ഈ കുട്ടികൾ മറ്റ് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന കുട്ടികളായിട്ട് മാറാറുണ്ട്. അപ്പം ഇതൊക്കെയാണ് ചെറുതും വലുതുമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ നമ്മൾ ഈ സംശയ രോഗം ഉള്ളവരിലും ചുറ്റുമുള്ളവരിലും നമ്മൾ കണ്ടുവരുന്നത്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും വളരെ മാരകമായിട്ട് നമ്മളെ മറ്റുള്ളവരെ ബാധിക്കുന്ന ഒരു രോഗം തന്നെയാണ്. അത് കണ്ടുപിടിച്ച് ചികിത്സിക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമായിട്ടുള്ള നമ്മുടെ സമൂഹത്തിന്റെ ഇന്നത്തെ ഒരു ആവശ്യമായിട്ട് മാറിയിരിക്കുകയാണ്. ഡോക്ടർ, ഒരു പ്രേക്ഷക കൂടി ചേരുന്നുണ്ട് വിഷയത്തിൽ സംശയവുമായി. കുറ്റിയാടിയിൽ നിന്ന് ജാനുവാണ്. ജാനു, ഡോക്ടറോട് ചോദിച്ചോളൂ. ഡോക്ടർക്ക് കേൾക്കാം, ചോദിച്ചോളൂ. കേൾക്കാം ജാനു, ചോദിച്ചോളൂ. ഹലോ, ദയവായി ടി വിയിൽ ശ്രദ്ധിക്കാതെ ടിവിയുടെ വോളിയം കുറച്ച് ഡോക്ടറോട് ചോദിക്കാമോ? ചോദിച്ചോളൂ. പിന്നെ സംശയ രോഗം തന്നെ എന്നെ ഇങ്ങനെ വേദനയാക്കുക. ഇങ്ങനെ ആള് വരുന്നുണ്ട്, വീട്ടിലാള് വരുന്നുണ്ട്, ഇതന്നെ വീട്ടിന് എറിയ, കല്ലെടുത്ത് എറിയാന്ന് പറഞ്ഞിട്ട് ഉറക്കില്ല. വാതിൽ തുറന്നിട്ട് പുറത്ത് പോവാ. വാതിൽ തുറന്നിട്ടോട്ടാ നടക്കുക. ആള് വരുന്നുണ്ട് മറ്റേ കത്തിയും കയ്യിൽ കൊടുത്തിട്ട് നടക്കുക. പിന്നെ എന്നെ വല്ല വണ്ടിച്ചായി ചീറ്റാ വിളിക്കുന്നുള്ളൂ. വണ്ടിച്ച നല്ലൊരു വാക്കോർ പറയുന്നില്ല. 4 കൊല്ലത്തോളായി കളിക്കുന്നേ. ഞാൻ ഇപ്പൊ എന്റെ മോളെ വീട്ടിലുള്ളത്. ഡോക്ടർ, ചോദ്യം വ്യക്തമായോ? എനിക്ക് ചോദ്യം ക്ലിയർ ആയിട്ടില്ല. അപ്പൊ ഇങ്ങനെ ഒരു സിറ്റുവേഷൻസ് ഉമ്മ പറയുന്നുണ്ട്. അതായത് വീട്ടിലിങ്ങനെ മറ്റൊരാൾ എന്തോ ചെയ്യുന്നു എന്ന് പറഞ്ഞ് കല്ലെടുത്തെറിയുന്നു അല്ലെങ്കിൽ ചീത്ത വിളിക്കുന്നു, ഇങ്ങനെ ഇത് മാത്രമേ കേട്ടുള്ളൂ. അതിന്റെ ബാക്കി ചോദ്യത്തിന്റെ ഒരു പൂർണ്ണത എന്താണെന്ന് പറയാമോ? ഡോക്ടർ, ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിന്റെ ഭർത്താവിനെ പറ്റിയാണ് പറയുന്നതെന്നാണ്. വീട്ടിൽ ആരോ വരുന്നുണ്ടെന്ന് സ്ഥിരമായി തോന്നലുണ്ടാവുക, അതുമൂലം വീട്ടിൽ വഴക്കുണ്ടാക്കുക എന്നാണ് കോളർ പറഞ്ഞത്. ഡോക്ടർ, ഓക്കെ. അപ്പം ഇതും എനിക്ക് ഇതിൻ്റെ അകത്തൊരു വ്യക്തതയില്ല എങ്കിൽ തന്നെ ഇതൊരു മാനസിക രോഗത്തിന്റെ ലക്ഷണമാണെന്നുള്ളതിൻ്റെ അകത്ത് യാതൊരു സംശയവുമില്ല. കാരണം ഒരു മറ്റുള്ളവർ വിശ്വസിക്കാത്തത് വിശ്വസിക്കുകയും അതിനനുസരിച്ച് പ്രതികരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പം ഇത് തീർച്ചയായിട്ടും അതൊരു സംശയ രോഗമാണോ എന്നുള്ളത് നമുക്ക് കുറച്ചുകൂടി ഇൻഫർമേഷൻസ് ആവശ്യമാണ്. എങ്കിൽ തന്നെയും ഒരു മാനസിക രോഗമാണെന്നതിൽ തർക്കമില്ല. അതിന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത് നമുക്ക് അടുത്ത സൈക്യാട്രിസ്റ്റ് ഉണ്ടെങ്കിൽ അവരുമായിട്ട് ബന്ധപ്പെട്ട് ഇദ്ദേഹത്തിന് വേണ്ടതായിട്ടുള്ള ചികിത്സ നൽകുക എന്നുള്ളതാണ്. രണ്ടാമത് ഇദ്ദേഹം ചികിത്സയ്ക്ക് വിധേയനാകാൻ തയ്യാറാകുന്നില്ല എങ്കിൽ അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലും സൈക്യാട്രിസ്റ്റിനെ കണ്ട് ഇദ്ദേഹത്തിന്റെ ലക്ഷണങ്ങളെ പറ്റി എല്ലാം വിശദമായിട്ട് പറഞ്ഞതിന് ശേഷം സൈക്യാട്രിസ്റ്റ് ആവശ്യമായിട്ടുള്ള ഉപദേശങ്ങൾ നൽകും. എങ്ങനെയാണ് ഇദ്ദേഹത്തെ കൊണ്ടുവരേണ്ടത്, എന്തൊക്കെ നമുക്ക് ചികിത്സാ വിധികൾ കൊടുക്കാം, അദ്ദേഹം സ്വയമേ മനസ്സാകുന്നില്ലെങ്കിൽ നമുക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള വിശദമായിട്ടുള്ള ഒരു നിർദ്ദേശങ്ങൾ സൈക്യാട്രിസ്റ്റിന് തരാൻ പറ്റും. അപ്പൊ അതിന് നമുക്ക് കുറച്ചും കൂടി ഇൻഫർമേഷൻസ് ആവശ്യമാണെങ്കിൽ തന്നെയും ഏറ്റവും അടുത്തുള്ള ഒരു മാനസിക രോഗ വിദഗ്ധന് ഇദ്ദേഹത്തെ സഹായിക്കാൻ പറ്റും. ഡോക്ടർ, ഒരു പ്രേക്ഷക കൂടി ചേരുന്നുണ്ട്. ബംഗളൂരുവിൽ നിന്ന് സന്ധ്യയാണ്. സന്ധ്യ, ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ. ഹായ്. ഹലോ. ഹായ്. സന്ധ്യ, ചോദിച്ചോളൂ. ഹലോ. ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കാം സന്ധ്യ, ചോദിച്ചോളൂ. എന്റെ ഹസ്ബൻഡ് ഒരു അഫയറിംഗ് ഉണ്ടായിരുന്നു. അത് പോയിപ്പം പുള്ളി കറക്റ്റായി. പക്ഷെ എനിക്ക് അതങ്ങ് സംശയമായിട്ട് എപ്പോഴും വീട്ടിൽ വഴക്ക് ഞാൻ തന്നെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക.
എനിക്കിങ്ങനെ തോന്നുന്നു അവരുടെ വീണ്ടും പോകുമോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ട്. അത് ക്ലിയർ ചെയ്യണം. ഒന്ന് റിപ്പീറ്റ് ചെയ്യാമോ ക്വസ്റ്റ്യൻ? അത് എന്റെ ഹസ്ബൻഡിന് ഒരു അഫയറിങ് ഉണ്ടായിരുന്നു, ഒരു സ്ത്രീ ആയിട്ട്. അത് Okay. അറിയുകയും കാണുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ഇപ്പൊ അങ്ങനെ ഇല്ല. പക്ഷെ എനിക്ക് എന്നാലും ഒന്ന് സംശയം ഉണ്ടായിക്കൊണ്ടിരിക്കും അവരുമായിട്ട് ഇപ്പോഴും ബന്ധമുണ്ടോ. ഞങ്ങൾ തമ്മിൽ നല്ല വഴക്ക് കേടിയൊക്കെ ചെയ്യും. അതിനെന്ത് ചെയ്യാൻ പറ്റും? ഓക്കെ. അതായത് നമ്മുടെ ഭർത്താവിന് ഒരു അഫയർ ഉണ്ടെന്നുള്ളത് നമുക്ക് തെളിവുകളുണ്ട്, നമ്മൾ നേരിട്ട് കണ്ടിട്ടുണ്ട്. അപ്പം അത് അദ്ദേഹത്തിന് ഇപ്പം ഇല്ലെങ്കിൽ പോലും നമ്മൾക്ക് അത് ഉണ്ടോ എന്നുള്ള ഒരു ആൻസൈറ്റി അല്ലെങ്കിൽ ഒരു സംശയം പോലെ ഉണ്ട്. അതിനെന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, നമുക്ക് തീർച്ചയായിട്ടും നമ്മൾ ഒരു സൈക്കോളജിസ്റ്റിനെ അല്ലെങ്കിൽ സൈക്യാട്രിസ്റ്റിനെ നമ്മൾ നേരിട്ട് കാണുക. അവരുമായിട്ട് നമ്മുടെ കൺസേൺസ്, നമുക്ക് എന്തൊക്കെയാണ് ബുദ്ധിമുട്ടുകളുള്ളതെന്ന് നമ്മൾ തുറന്ന് സംസാരിക്കുക. അപ്പൊ ഇതിൽ നമുക്കൊരു മെഡിസിൻസിന്റെ ട്രീറ്റ്മെന്റിന്റെ ആവശ്യം സാധാരണ വരികയില്ല. അപ്പൊ നമ്മുടെ ഒരു ഓവർ കൺസേൺസ് ആണ്, ഇനി അങ്ങനെ വരുമോ എന്നുള്ള ഒരു ഓവർ കൺസേൺ നമുക്കുണ്ട്. അപ്പം ഭർത്താവിന് എന്തെങ്കിലും തരത്തിൽ ഇങ്ങനെ നമ്മൾ ഭാര്യയായിട്ടിരിക്കുമ്പോൾ തന്നെ മറ്റു സ്ത്രീകളുമായിട്ട് ബന്ധം പുലർത്തുന്ന ഒരു രീതി ഉണ്ടോ എന്നുള്ളതും നമ്മൾ വ്യക്തമാക്കേണ്ടതായിട്ടുണ്ട്. അത് അദ്ദേഹത്തിന് ഇങ്ങനെ ഒറ്റ ഇൻസിഡന്റ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ അദ്ദേഹത്തെ ട്രസ്റ്റ് ചെയ്യാൻ വേണ്ടി, അദ്ദേഹത്തെ വിശ്വസിക്കുവാൻ വേണ്ടി നമുക്ക് ഡെവലപ്പ് ചെയ്യാവുന്ന ചില കാര്യങ്ങളുണ്ട്. അപ്പം ഇത് നമുക്ക് ഒറ്റ 5 മിനിറ്റ് കൊണ്ട് 10 മിനിറ്റ് കൊണ്ട് നമുക്ക് മുഴുവൻ പറഞ്ഞു തരാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല എങ്കിൽ പോലും നമ്മൾക്ക് ഒരു സൈക്കോളജിസ്റ്റിനെ അല്ലെങ്കിൽ സൈക്കാട്രിസ്റ്റിനെ കാണുവാണെങ്കിൽ ഇത് എങ്ങനെയാണ് നമുക്കിതിനെ തരണം ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത്, അല്ല നമ്മുടെ ചിന്തകളെ എങ്ങനെ നമുക്ക് ക്രമീകരിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു തരാൻ സാധിക്കുന്നതാണ്. അപ്പം ഒരു സൈക്കാട്രിസ്റ്റിന്റെ സേവനം നമ്മൾ അംഗീകരിക്കുക അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുന്നതാണ് ഇതിന് ഏറ്റവും ഉചിതമായിട്ടുള്ള കാര്യം. തീർച്ചയായും സന്ധ്യയ്ക്ക് വ്യക്തമായി കാണുമെന്ന് കരുതുന്നു. ഡോക്ടർ, അതുപോലെ തന്നെ ഈ അവസ്ഥയെ നമുക്ക് നിസ്സാരമായി കാണാനാകുമോ? ഇത് പൂർണ്ണമായും ചികിത്സിച്ച് ഭേദമാക്കാനാകുന്ന ഒന്നാണോ? ഉറപ്പായിട്ടും നമുക്ക് ഈ ഒരു സംശയ രോഗത്തിന്റെ ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത്, ഈ രോഗമുള്ള ആൾക്കാർ തനിക്ക് രോഗമുണ്ടെന്നുള്ളത് ഉൾക്കൊള്ളുകയില്ല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഈ സംശയങ്ങൾ, അവരുടെ വിശ്വാസം സത്യമാണ്. അവർക്ക് പല പല തെളിവുകൾ അതിനുണ്ട്, അവർ പല പല തെളിവുകൾ ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു സിസ്റ്റർ, ഞാൻ ഇടപെടുകയാണ്. സമയപരിമിതിയുണ്ട്. ഹലോ ഡോക്ടർ, ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു.